കുറെ ദൂരം അങ്ങ് നടന്ന ക്ലേശമൊന്നും വസുദേവർക്ക് തോന്നിയില്ല. അപ്പോഴും ഇടി ഗർജിതവും പേമാരിയും മാറിയിട്ടില്ല. കാളിന്തി നദിയുടെ തീരത്തെത്തി. അഗാധമായ ആ വാഹിനി എങ്ങനെ കടക്കും? ഊക്കേറിയ ഒഴുക്ക്, ഉയർന്ന ഓളങ്ങൾ ഇളകി മറിയുന്നു. അന്ധകാരത്തിൽ, നൈശമായ ഏകാന്തതയിൽ നിസ്സഹായനായ ആ പിതാവിന് എന്തു ചെയ്യാൻ കഴിയും? തന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് സാക്ഷാൽ വൈകുണ്ഠപതിയാണെന്നുള്ള ഓർമ്മ പോലും വസുദേവരിൽ നിന്നും മാഞ്ഞുപോയി മായയുടെ വൈഭവത്താൽ. സൂര്യാത്മജയായ കാളിന്തി, ലോകരക്ഷകന്റെ എഴുന്നള്ളത്തിന് വഴിയൊരുക്കി കൊടുക്കൂ എന്നൊരു അശരീരി കാളിന്തിയുടെ കാതുകളിൽ പതിച്ചു. തൽക്ഷണം തന്നെ ആ പുണ്യമന്ദാകിനിയായ യമുന വസുദേവർക്ക് നടക്കുവാൻ തക്ക വീതിയിൽ ജലം ഇരുഭാഗങ്ങളിലേക്കും പിൻവലിച്ച് ഒരു പാത ദൃശ്യമാക്കി കൊടുത്തു. വസുദേവർ അതിൽ കൂടി അതിവേഗം നടന്ന് അക്കരെ കടന്ന് അമ്പാടിയിൽ നന്ദഗോപരുടെ മന്ദിരത്തിലെത്തി.